ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഖിൽ മാരാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത പേരാണ് അഖിൽ മാരാർ. അഖിൽ മാരാർക്ക് ഏറ്റവും ഒടുവിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു. അഖിൽ മാരാർക്ക് വേണ്ടി കേരള ഹൈക്കോടതിയിൽ ഹാജരായത് അഡ്വക്കേറ്റ് ബിമല ബിനു. നോട്ട് ടു അറസ്റ്റ് അഖിൽ മാരാർ. ഇത് വലിയൊരു ആഘോഷമാക്കി അഖിൽ മാരാർ മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. എന്നാൽ അത് പിന്നീട് ഡിലീറ്റ് ചെയ്ത് ആ രീതിയിലുള്ള തെറി അഭിഷേകമാണ് ആ പോസ്റ്റിന്റെ താഴെ വന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തു. എന്നാൽ ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം ഈ ഒരു വിവരം പങ്കുവച്ചിട്ടുണ്ട്. ഇതൊരു വലിയ അത്ഭുതമായെന്ന് തോന്നുന്നില്ല. ഇവിടെ ഇതിലും വലിയ കുറ്റകൃത്യങ്ങൾക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഖിൽ മാരാർ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അഖിൽ മാരാർക്ക് നീതി ലഭിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ അഖിൽ മാരാറും അദ്ദേഹത്തിന്റെ ഫാൻസും ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പോഴത്തരമെന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു കേസിന്റെ തുടർ നടപടികൾ മുന്നോട്ട് പോവുകയും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അഖിൽ മാരാർ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. എനിവേ, അഖിൽ മാരാറുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ പറയാനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അഖിൽ മാരാറുടെ ഈ ഒരു കേസ്, അതായത് അഖിൽ മാരാറുടെ ലൈവിന് ശേഷം ഈ ഒരു വിവരം ആദ്യമായിട്ട് പങ്കുവച്ചത്, ഞാൻ അങ്ങനെ എക്സ്ക്ലൂസീവ് ഒന്നും പങ്കുവെക്കുന്നതല്ല എന്റെ ചാനലിൽ. അത്രയും പെട്ടെന്ന് വീഡിയോ ഞാൻ ഇടാറില്ല, പൊതുവെ ലേറ്റായിട്ടാണ് ഇടുന്നത്. കൊട്ടാരക്കര നമ്മുടെ നാടായതുകൊണ്ടും നമ്മുടെ അടുത്തായതുകൊണ്ടും അത്തരം ഒരു വിവരം എനിക്ക് ലഭിച്ചു. പലരുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു വിവരം ലഭിക്കുകയും ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ ഈ രീതിയിൽ ഒരു പരാതി വരുന്നുണ്ട്, 152 വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. കേസ് എടുത്തു എന്ന് പറഞ്ഞു. അതിനെ തുടർന്നാണ് അന്ന് വൈകിട്ട് ഞാനൊരു വീഡിയോ ചെയ്തത്. അതിനുശേഷം എന്നെ വിളിച്ചത് യൂട്യൂബറായ രാജ് ടോക്സിലെ രാജ് എന്ന് പറയുന്ന ചേട്ടനാണ്. അദ്ദേഹം വളരെ ക്ലാരിറ്റിയിൽ ഒരു വീഡിയോ ചെയ്തു. അതായത് ഈ ബലൂചിസ്ഥാന് ആയുധം കൊടുത്ത് ഇന്ത്യ ബലൂചിസ്ഥാനെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അത്യന്തം രാജ്യദ്രോഹപരമായ സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ള വളരെ ക്ലാരിറ്റിയിൽ ഒരു വീഡിയോ ചെയ്തു. അതിനെ തുടർന്ന് വലിയ ചർച്ചയാകുകയും അതിന്റെ പിറ്റേന്നാണ് ആക്ച്വലി ഈ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വരികയും അഖിൽ മാരാർക്കെതിരെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ട് കേസെടുത്തു എന്നുള്ള ന്യൂസും വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ ഒരു വിവരം അനുസരിച്ച് കൊട്ടാരക്കര മൈലത്തുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഈ രീതിയിലൊരു പരാതി, അതായത് അഖിൽ മാരാറുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നുള്ള രീതിയിൽ ഒരു പരാതി ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനെ തുടർന്ന് അഖിൽ മാരാർക്കെതിരെ അന്വേഷണം ഉണ്ടായേക്കാം, ED റെയ്ഡ് അടക്കം ഉണ്ടായേക്കാം. ആരോടെങ്കിലും മുൻകൂട്ടി പറഞ്ഞിട്ടാണോ ഇതുപോലെ റെയ്ഡ് ED നടത്തുക? ഗോലും ഗോപാലിന്റെ അടക്കം ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയപ്പോൾ നമ്മളോട് ആരോടെങ്കിലും പറഞ്ഞിരുന്നു? അതുപോലെ തന്നെ ഇത്തരം പരാതികൾ സാമൂഹിക മാധ്യമങ്ങളിൽ വരാറില്ല, റെയ്ഡ് നടക്കുമ്പോൾ മാത്രമാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തീർച്ചയായും അഖിൽ മാരാറുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണം ഉണ്ടായേക്കാം. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഒന്നുകൂടെ വിശദമാക്കി ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം. അതിനോടൊപ്പം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം, അതായത് ഇത് അഖിൽ മാരാർ ബിഗ് ബോസ് മലയാളം സീസൺ 5 വിന്നറാണ്. അദ്ദേഹം ബിഗ് ബോസിലൂടെയാണ് ഇത്രയും അധികം ആളുകളിലേക്ക് എത്തപ്പെട്ടത്. അതിനു മുമ്പും അദ്ദേഹം ഈ പറഞ്ഞ ചർച്ചയിലും കാര്യങ്ങളിലും ഒക്കെ വരാറുണ്ടായിരുന്നു. സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളിൽ അവിടെ ഇവിടെയും ചാടി പല പാർട്ടികളിലും പോയി പ്രതികരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ബിഗ് ബോസിൽ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു പബ്ലിസിറ്റി അദ്ദേഹത്തിന് കിട്ടും. അതിനോടൊപ്പം തന്നെ അഖിൽ മാരാറെ അനുകൂലിക്കാത്ത ചില ഫാൻസ് അസോസിയേഷനുകൾ, ഈ പറഞ്ഞ കണക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ്, റോബിൻ ഫാൻസ് എന്ന് പറയുന്ന വലിയൊരു വിഭാഗം അഖിൽ മാരാറെ അംഗീകരിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ എപ്പോഴും അദ്ദേഹം ഈ റോബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ അവഹേളിച്ച് ശ്രദ്ധ നേടിയാണ് ബിഗ് ബോസിൽ പോകുന്നത് തന്നെ. അത് ഞാൻ റോബിനെ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. അതിനുശേഷം പുറത്തിറങ്ങി വന്നതിന് ശേഷം സമയം കിട്ടുമ്പോഴൊക്കെ, അവസരം കിട്ടുമ്പോഴൊക്കെ ഈ ഡോക്ടർ റോബിനെ അവഹേളിക്കുന്ന ഒരു സ്ഥിരം പല്ലവിയാക്കി അഖിൽ മാരാർ കൊണ്ടു നടന്നിരുന്നു. അപ്പോഴേക്ക് അഖിൽ മാരാറിന് സ്റ്റാർഡം ഉണ്ടായതുകൊണ്ടും വലിയ ഫാൻ ഫോളോയിങ് ഉണ്ടായതുകൊണ്ടും അഖിൽ മാരാറിനെ ഏവരും അംഗീകരിച്ചിരുന്നു. എന്നാൽ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ പറഞ്ഞ BJP-കാരടക്കം കമ്മ്യൂണിസ്റ്റുകാരടക്കം, കാരണം പിണറായി ചീത്ത വിളിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരടക്കം എതിർത്തപ്പോൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ബിഗ് ബോസ് ആർമിക്കാർ അവരും തക്കം പാർത്തിരുന്നു അഖിൽ മാരാറിന് ഇതുപോലൊരു അടി കിട്ടുവാണെങ്കിൽ 2 വാക്ക് പറയണമെന്ന് അവരും ആഗ്രഹിച്ചിരുന്നു, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. സോ ഈ ഒരു അവസരത്തിൽ അവരെല്ലാവരും അത് ഭംഗിയായി നിർവഹിച്ചു. അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഡോക്ടർ റോബിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് നമുക്കൊന്ന് കാണാം. ഈ വീഡിയോയുടെ അറ്റവും മുറിയും കണ്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് എന്നെ ചീത്ത വിളിക്കരുത്. പൂർണ്ണമായി കണ്ട് എന്താണ് പറയുന്നതെന്ന് ഒരാളെ പൂഴ്ത്തി മാത്രം പറയാൻ സാധിക്കില്ല. അതൊന്ന് കാണാം നമുക്ക്. അഖിൽ മാരാർ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് തെറ്റ് തന്നെയാണ്. പിന്നെ കണ്ടന്റ് വെച്ചിട്ട് ഒരിക്കലും വ്യക്തിനെ ജഡ്ജ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്ക് നിയാസൻ ആക്ച്വലി നല്ലൊരു വ്യക്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അഖിൽ മാരാർ ആക്ച്വലി സത്യം പറഞ്ഞാൽ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസിൽ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. ചില അഭിപ്രായങ്ങൾ പറയുന്നതിൽ വിയോജിപ്പുണ്ടെങ്കിലും
പുള്ളിക്കാരൻ മാക്സിമം എല്ലാത്തിലും പ്രതികരിക്കുന്ന ഒരാൾ തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ്റെ ആംബിഷൻ അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആണ്. സോ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പുള്ളിക്കാരനെ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് വന്ന ഒരാളാണ്. അതായത് ഈ റോബിനെ ഏറ്റവും അധികം തേജോവധം ചെയ്തൊരു വ്യക്തി അഖിൽമാരാർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ രീതിയിൽ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ റോബിനെ തേജോവധം ചെയ്യാൻ വേണ്ടി അദ്ദേഹം യൂസ് ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു അവസരത്തിൽ റോബിൻ അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഈ പറഞ്ഞ റോബിന്റെ വലിയൊരു മനസ്സായിരിക്കാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. കാരണം അദ്ദേഹത്തിനെ പോലെ വിശാല മനസ്സരായ ആൾക്കാർ വളരെ ചുരുക്കമാണ്. അത്രയും നല്ലൊരു വ്യക്തിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിന്റെ ഡൗൺ ഫേസിൽ അല്ലെങ്കിൽ അയാളുടെ ഒരു മോശഘട്ടത്തിൽ അയാളുടെ ആ ഒരു കാര്യത്തിൽ സന്തോഷം കണ്ടെത്തി, ആ ഒരു കുറ്റങ്ങൾ അല്ലെങ്കിൽ ഒരാളെ ചവിട്ടി താഴ്ത്തി സന്തോഷം കണ്ടെത്താനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. പക്ഷെ ഒരുപാട് പേര് ഒരുപാട് ഗ്രഡ്ജസ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ മനഃപൂർവ്വം അയാൾ അങ്ങ് അടിച്ച് താഴ്ത്തി ഇനി അയാൾ തിരിച്ചു വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രതികരിക്കുന്നതായിട്ട് കണ്ടു. ഓക്കെ, അത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസം നല്ലതാണ്. പക്ഷെ ഒരാളിനെ കംപ്ലീറ്റ്ലി അങ്ങ് തുടച്ചു നിൽക്കാം അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അങ്ങ് അടിച്ച് താഴ്ത്താം എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ വേണ്ട എന്നുള്ള ഒരു ചെറിയ അഭിപ്രായമാണ്. നിങ്ങൾക്ക് പ്രതികരിക്കാം, ഹെൽത്തി ആയിട്ട് ക്രിറ്റിസൈസ്. ഇപ്പൊ ഞാൻ കൂടി പറയുന്നു പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ്, ആലോചിക്കാമായിരുന്നു എന്ന് ഞാൻ പറയുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്സ് പറയാമായിരുന്നു. പക്ഷേ അതൊരു കണ്ടന്റ് ആക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി ഒരാളിന് മാക്സിമം ഒരു എന്താ പറയുക ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. പിന്നെ ആരൊക്കെ പറഞ്ഞു റോബിൻ അദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്ന രീതിയിൽ സംസാരിച്ച ഈ വാക്കുകൾ ഇതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി ഈ പറഞ്ഞ റോബിനെ പോലെ അല്ലെങ്കിൽ മറ്റ് ബിഗ് ബോസ് മത്സരാർത്ഥികളെ പോലെ അല്ല. ബിഗ് ബോസിൽ പോയതിനു ശേഷം താൻ എന്തോ വലിയ മഹാസംഭവമായെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അഖിൽമാരാർ. പല ആൾക്കാർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈവൻ റോബിനടക്കം പിഴവുകൾ ചെയ്തിട്ടുണ്ട്, അന്ന് നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അദ്ദേഹം വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ കയ്യിൽ ഒരു വലിയ സംഭവം ഉള്ളപ്പോൾ, അതായത് ഡോക്ടറാണെന്നിരിക്കെ ഈ പറഞ്ഞ കണക്ക് വെറുതെ സിനിമയുടെ പുറകെ നടക്കുകയും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നടന്ന് സമയം പാഴാക്കി. എന്നാൽ ഇപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അഖിൽമാരാർ അതല്ല. അഖിൽമാരാർ താൻ ഏതോ വലിയ സംഭവമാണ്, ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയേക്കാൾ താൻ മേലിലാണ് എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയാണ് അഖിൽമാരാർക്ക്. അത് തന്നെയാണ് അഖിൽമാരാറിനെ ഇത്രയും അധികം ആളുകൾ ഇപ്പോൾ വെറുക്കാനുണ്ടായ കാരണം. ഇവിടെ ഡോക്ടർ റോബിൻ പറയുന്ന കണക്ക് ഒരാളും അഖിൽമാരാറിനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല. അഖിൽമാരാറിനോട് എന്തിനാണ് യൂട്യൂബേഴ്സിന് ദേഷ്യം? യൂട്യൂബേഴ്സ് എന്താണ് ചെയ്യുന്നത് പൊതുവെ? അതായത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു വിഷയം മെജോറിറ്റി ആളുകളുടെ പൾസ് അനുസരിച്ച് ആ ഒരു വിഷയം അവതരിപ്പിക്കുക. അതായത് ഒരു വലിയ വിഭാഗം ആളുകളുടെ പ്രതിനിധിയായി ഒരാൾ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുക. അത് കേട്ടതിന് ശേഷം വലിയൊരു വിഭാഗം ആളുകൾ അത് ഇഷ്ടപ്പെടുകയും അതിനെക്കുറിച്ച് കമന്റ് പറയുകയും ചെയ്യുക. അതാണ് യൂട്യൂബേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി കാണിച്ച ഈ അപരാധത്തരം അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? അതിന്റെ ഒരു തീവ്രത ഒരു പക്ഷേ ഈ റോബിനടക്കമുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. അങ്ങേയറ്റ അപരാധത്തരമാണ് ഈ അഖിൽമാരാർ പറഞ്ഞത്. അഖിൽമാരാർ ആ ഒരു ലൈവ് കണ്ടിട്ട് എന്റെ തൊലി പൊളിഞ്ഞുപോയി. അത് വേറൊന്നും കൊണ്ടല്ല, ഏത് രാജ്യസ്നേഹിക്ക് അത് സംഭവിച്ചേക്കാം. ഇവിടെ നമ്മൾ ഏത് പാർട്ടിക്കാരനും ആയിക്കോട്ടെ, ഞാൻ BJP അല്ല, ജീവിതത്തിൽ ഇതുവരെ BJP കൂട്ടുകൊടുത്തിട്ടില്ല. പക്ഷെ നരേന്ദ്രമോദി എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ ഈ പറഞ്ഞ കണക്ക് ഞാൻ ജാതിയോ മതം നോക്കിയൊന്നുമില്ല. മുസ്ലിങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, BJPക്കാർ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ജീവിതത്തിൽ ഇന്നുവരെ വോട്ട് കൊടുത്തിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. പക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ നരേന്ദ്രമോദിയുടെ പേര് മാത്രമേ പറയത്തുള്ളൂ. അതല്ലാതെ മറ്റൊരു നേതാവിനെ ആരെയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക? നരേന്ദ്രമോദി പ്രധാനമന്ത്രി അല്ലാതാവുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. വലിയൊരു ലോസ് പോലെയാണ്. അത്രയും അധികം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ്. ലോകരാജ്യങ്ങളിൽ ഇന്ത്യയെ അത്രയധികം ഉന്നതികളിൽ എത്തിച്ചൊരു വ്യക്തി തന്നെയാണ് മോദി. അപ്പൊ ആ മോദിയെ ഒരു ലൈവിൽ വന്ന് ഒരു ബിഗ് ബോസ് താരമായ ഒരു വ്യക്തി ഈ രീതിയിൽ, അതായത് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഈ രീതിയിൽ ഇന്ത്യ വിജയിച്ചു നിൽക്കുന്ന സമയത്ത് ഇന്ത്യ തോറ്റു എന്നുള്ള രീതിയിൽ, പാകിസ്ഥാന് മുന്നിൽ ഇന്ത്യ പരാജയപ്പെട്ടു, അതിന് കാരണക്കാരൻ പ്രധാനമന്ത്രി മോദിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ പ്രചരിപ്പിക്കുക, അത് ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുക. അതുപോലെ ഒരു അപരാധത്തരം മറ്റാരാണ് ചെയ്തത്? ഈ പറഞ്ഞ പപ്പുമോൻ പോലും ചെയ്തില്ല. അദ്ദേഹം അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പറഞ്ഞത്. അഖിൽമാരാർ അല്ലാതെ വേറൊരാളും ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു അപരാധം കാണിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് അഖിൽമാരാർ ചെയ്തത് അങ്ങേയറ്റം തോന്നിവാസമാണെന്ന് പറയുന്നത്. അതുകൂടാതെ ബലൂചിസ്ഥാന് ആയുധം കൊടുക്കുന്നു എന്ന് പറഞ്ഞ ഒരു തരത്തിലും പൊറുക്കാൻ പറ്റാത്ത അപരാധത്തിലാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ജാതിമത ഭേദമന്യേ വർഗ വ്യത്യാസമന്യേ അഖിൽമാരാറിന് ഇത്രയും അധികം സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്ക് കിട്ടിയത്. പിന്നെ ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു
ഇതേപോലെ ഏതോ യൂട്യൂബിൽ കണ്ടതാ, പുള്ളിന്റെ വീട്ടിൽ ED വന്നു, അത് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ഈ യൂട്യൂബേഴ്സിന് എങ്ങനെയാണ് ED വരുന്ന കാര്യങ്ങൾ ഇതെല്ലാം വരുന്നതെന്നുള്ള എനിക്കറിയത്തില്ല. സോ നിങ്ങളാണെങ്കിലും യൂട്യൂബേഴ്സ് ആണെങ്കിലും ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് സ്പ്രെഡ് ചെയ്യുക. ഈ ഒരു വിഷയം അതിലും വിയോജിപ്പാണ്. അതായത് ED വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത ഞാനാണ്, മറ്റു ചില ആളുകളും ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നത് 100%, 101% അഖിൽ മാരാറുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. അതിന്റെ കാരണമെന്ന് പറയുന്നത്, ബിഗ് ബോസിൽ നിന്നും 50 ലക്ഷം രൂപ സമ്മാനവും അന്ന് വരെ അവിടെ നിന്ന അതിന്റെ ഒരു തുകയും കിട്ടിയ അഖിൽ മാരാർ അതിനുശേഷം പുറത്തു വരുന്നു, ഒരു കാറും കിട്ടി, ഫ്രോങ്സ് കാറും കിട്ടി 15 ലക്ഷം രൂപയുടെ. അതിനുശേഷം അദ്ദേഹം പുറത്തു വരുന്നു. പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം എന്താ ചെയ്തത്? ഈ പറഞ്ഞ ചില ഇനാഗ്രേഷനുകൾ ചെയ്തു, കുറച്ച് വിരലെണ്ണാവുന്ന കൊളാബ്, അത് വലിയ കമ്പനികളുടെ ഒന്നും അല്ല ചെയ്തേക്കുന്നത്. അദ്ദേഹം പറയുന്നു കൊളാബിലൂടെയാണ് പൈസ കിട്ടിയെന്ന് പറയുന്നു. എന്നാൽ ഈ പറയപ്പെടുന്ന ഏറ്റവും കൂടുതൽ പരസ്യ വരുമാനം ഉണ്ടാക്കുന്ന വ്യക്തി കേരളത്തിലെ ലാലേട്ടനാണ്. അതേമാതിരിയുള്ള പരസ്യങ്ങളൊന്നും അഖിൽ മാരാർ ചെയ്തിട്ടില്ല. എന്നാൽ പോലും അഖിൽ മാരാറിന്റെ ജീവിത രീതിയിൽ വലിയ മാറ്റം വരുന്നു. എറണാകുളത്ത് 75 ലക്ഷം രൂപ മുടക്കി ഫ്ളാറ്റ്, അദ്ദേഹത്തിന്റെ വൈഫിന് 20 ലക്ഷം രൂപയോളം മുടക്കി ബ്യൂട്ടി പാർലർ ഇടുന്നു. അദ്ദേഹം ബിഗ് ബോസിൽ പോയ സമയത്ത് സ്വന്തമായി കാറില്ലായിരുന്നു, കൂട്ടുകാരന്റെ കാർ ടാറ്റ ഹാരിയർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പുറത്തിറങ്ങി വന്നതിന് ശേഷം വോൾവോ കാർ എടുക്കുന്നു, 60 ലക്ഷം രൂപയോളം മുടക്കി വോൾവോ കാർ. അതിനുശേഷം മിനി കൂപ്പർ എടുക്കുന്നു, 80 ലക്ഷം രൂപ മുടക്കി. അതിനുശേഷം ഇപ്പൊ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് GLX ബെൻസിന്റെ കാർ എടുത്തു, ഏതാണ്ട് 1.5 കോടി രൂപയോളം വില വരുന്ന കാറാണെന്ന് മനസ്സിലാക്കുന്നു. അത്തരമൊരു കാർ എടുത്തു. അതുപോലെ തന്നെ നിരവധി മൊബൈൽ ഡിവൈസുകൾ, ഏതാണ്ട് 5 ലക്ഷം രൂപയോളം വരും. 18 ലക്ഷം രൂപയുടെ ബൈക്ക് എടുത്തെന്നും അവകാശപ്പെടുന്നു. ഇതൊക്കെ എവിടെ നിന്നാണെന്ന് ആർക്കാണ് സംശയം തോന്നാത്തത്? അപ്പൊ സ്വാഭാവികമായും ഇതൊക്കെ അന്വേഷിക്കണ്ടേ? അത് അഖിൽ മാരാരോടുള്ള വ്യക്തിപരാഗത്തിന് പുറത്തല്ല, അത് അന്വേഷണ വിധേയമാക്കി അഖിൽ മാരാർ വളരെ കൃത്യമായാണ് ഇതൊക്കെ നേടിയിട്ടുള്ളതെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരു പരാതിയില്ല. എന്നാൽ നേരെ മറിച്ച് അതല്ല. മറ്റേ ഈ പറഞ്ഞ ഈ അടുത്ത കാലത്ത് പിടിച്ച ജ്യോതി മൽഹോത്ര വലിയ രീതിയിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. ഫോളോവേഴ്സ് ഉണ്ടെന്ന് കരുതി ഇവരാരും തെറ്റ് ചെയ്യത്തില്ല, അവരാതിത്തരം കാണിക്കത്തില്ല എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അഖിൽ മാരാറുടെ സാമ്പത്തിക സ്രോതസ് തീർച്ചയായും അന്വേഷിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പറഞ്ഞ റോബിൻ ഇങ്ങനെ പറഞ്ഞു, റോബിന്റെ ഫാൻസിലടക്കമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടില്ലേ? അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അഖിൽ മാരാറുടെ സാമ്പത്തിക സ്രോതസ്സിൽ സംശയം തോന്നി എന്നുള്ളവർ അതൊന്ന് കമന്റ് ചെയ്യുക, അത് അത്യാവശ്യമാണ്. ഇത് എന്റെ സംശയം മാത്രമാണെന്ന് അറിയണമല്ലോ. 101% ഞാൻ പറയുന്നത് അഖിൽ മാരാറുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. ബിഗ് ബോസിൽ നിന്ന് വിന്നറായി ഇറങ്ങി വന്ന അത്ര കണ്ട് സിനിമകളിലോ മറ്റ് കലാപരിപാടികളിലോ ഒന്നും പാട്ടാവാത്ത അഖിൽ മാരാർ ഈ രീതിയിൽ എങ്ങനെയാണ് ഉയർന്നത്? മറ്റാരുടെയെങ്കിലും ബിനാമിയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തിന് സാമ്പത്തികം ലഭിക്കുന്നുണ്ടോ? അത് അന്വേഷിക്കാൻ പാടില്ല എന്ന് പറയാൻ ഒരാൾക്കും അധികാരമില്ല, ഒരു വ്യക്തിക്കും അധികാരമില്ല. അതിപ്പം നമ്മുടെ കേരള മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും ഈ രീതിയിൽ പൈസ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ EDക്ക് അന്വേഷിക്കാനുള്ള അവകാശമുണ്ട്. നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തെ വെറുതെ വിടും. ആരോടും പേഴ്സണലി ഉള്ള ദേഷ്യം കൊണ്ടൊന്നും പറയുന്നില്ല. അഖിൽ മാരാരോട് പേഴ്സണലി ഒരു ദേഷ്യവുമില്ല. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ, ബിഗ് ബോസിൽ അദ്ദേഹം എങ്ങനെ പോയി, ഈ പറഞ്ഞ മറ്റൊരു മത്സരാർത്ഥിയെ അവഹേളിച്ചാൽ പോകാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി അവഹേളിക്കുന്നു, പോകുന്നു. അതിനുശേഷം പുറത്തിറങ്ങി വന്നതിന് ശേഷം ഈ പറഞ്ഞ ലാസ്റ്റ് സീസണിൽ അഖിൽ മാരാരുടെ സീസണിനേക്കാൾ റേറ്റിംഗ് കൂടുന്നു. അതെങ്ങനെയാണ് കൂടിയത്? ഈ പറഞ്ഞ ജാസ്മിൻ ജാഫറും ഗബ്രിയും കൂടെ കുറച്ച് കെട്ടിപ്പിടിയും നക്കലും ഉമ്മവക്കലും ഒക്കെ നടത്തി. അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റിംഗ് വലിയ രീതിയിൽ കൂടി. അത് അഖിൽ മാരാർക്ക് സഹിച്ചില്ല. അഖിൽ മാരാർ ഉടനെ ഒരു വിഷയം എടുത്തിട്ട്, എന്താണ്, ബിഗ് ബോസിന്റെ പിന്നണിയിൽ കുറച്ച് ഇതുപോലെ അസന്മാർഗീയ കാര്യങ്ങൾ നടക്കുന്നു, പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. അതിന്റെയൊക്കെ റിസൾട്ട് ഇപ്പോൾ എന്താണ്? എന്നാൽ ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി വന്നപ്പോഴത്തേന് ഇദ്ദേഹം ഒന്നും മിണ്ടിയിട്ടുമില്ല. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ആരെയും കുറ്റം പറയാനും എന്ത് ചെയ്യാനും മടിയില്ലാത്തൊരു വ്യക്തിയാണ് അഖിൽ മാരാർ. അഖിൽ മാരാർ ഇപ്പോൾ ഈ ഒരു അപരാധം ചെയ്തത് കൊട്ടാരക്കരയിൽ ഇലക്ഷനിൽ കോൺഗ്രസിൽ മത്സരിക്കാൻ വേണ്ടി ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്ലെങ്കിൽ നമുക്ക് കണ്ടറിയാം. ഇനി കോൺഗ്രസ് അദ്ദേഹത്തെ എടുക്കുമെന്നുള്ള കാര്യം കാണേണ്ടിയിരിക്കുന്നു. ഇവ ഒരു തരത്തിലും ഒരാളും അഖിൽ മാരാർ ചെയ്ത ഈ പ്രവൃത്തിയെ അംഗീകരിക്കാൻ പാടില്ല. 101% വീണ്ടും പറയുന്നു, അഖിൽ മാരാറിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.